നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ന് ഞാൻ പറയുന്ന നിങ്ങൾക്ക് ഏവർക്കും വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥയിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. നമുക്ക് കഥയിലേക്ക് കിടക്കാം. എന്റെ പേര് ഷിഹാബ്. ഞാനിപ്പോൾ സൗദിയിൽ ഒരു അമേരിക്കൻ കമ്പനിയിൽ ജോലി ചെയ്യുന്നു. നാട്ടിൽ കൊല്ലത്താണ് എന്റെ വീട്. എനിക്കിപ്പോൾ 40 വയസ്സ് പ്രായമുണ്ട്. വീട്ടിൽ ഒരു അനിയനും ഉമ്മായും മാത്രം. ബാപ്പ നേരത്തെ മരിച്ചുപോയി. ഞാൻ വിവാഹിതനാണെങ്കിലും ഇപ്പോൾ ബന്ധം വേർപെടുത്തി നിൽക്കുവാണ്. ബന്ധം ഉപേക്ഷിക്കാനുള്ള കാരണം മറ്റൊന്നുമല്ല, എന്റെ കൂടപ്പിറപ്പായ അനുജൻ കാരണമാണ് എനിക്ക് ബന്ധം വേർപെടുത്തേണ്ടി വന്നത്. അവനും എന്റെ കെട്ടിയോൾ സീനയും തമ്മിലുള്ള അതിരുവിട്ട ബന്ധം എന്റെ കണ്ണിന് തന്നെ കാണേണ്ടി വന്നു. പിന്നെ മറ്റൊന്നും നോക്കിയില്ല, വിവാഹബന്ധം അങ്ങ് വേർപെടുത്തി. ഞാനിവിടെ മണലാരണ്യത്തിൽ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ അവൻ നാട്ടിൽ എന്റെ കെട്ടിയോളയും കൊണ്ട് നടന്ന് അടിച്ചു പൊളിക്കുകയായിരുന്നു. അവളെ ഞാൻ ഒരിക്കലും കുറ്റം പറയില്ല. ജോലിയൊന്നുമില്ലാതെ നാട്ടിൽ കിടന്ന് തിന്നുകൊഴുക്കുമ്പോൾ വേണ്ടാത്ത പല ചിന്തകളും ആർക്കായാലും തോന്നുമല്ലോ. പക്ഷേ ഇങ്ങനെയുള്ള ഒരുത്തിയോടുള്ള ജീവിതം വേണ്ടെന്ന് ഞാൻ അങ്ങ് തീരുമാനിച്ചു. ബന്ധം ഒഴിയുന്നതിനുള്ള കാരണം ഞാൻ ഉമ്മയോടോ അനിയനോടോ ഒന്നും പറഞ്ഞില്ല. ഇതിന്റെ പേരിൽ ഞാൻ അനിയനോട് ഒരു ശത്രുതയും കാണിച്ചതുമില്ല. പടച്ചോൻ എനിക്ക് തന്ന വിധിയാണെന്ന് കരുതി ഞാൻ അങ്ങ് സമാധാനിച്ചു. അതുമാത്രമല്ല, അനിയനെ ഞാൻ പഴയതിനേക്കാൾ കൂടുതൽ സ്നേഹിക്കുന്നതായി അഭിനയിക്കുകയും ചെയ്തു. അങ്ങനെ 2-3 വർഷം കഴിഞ്ഞപ്പോൾ എന്റെ അനിയനും സൗദിയിലെത്തി. അവൻ ഒരു അറബിയുടെ വീട്ടിൽ ഹൗസ് ഡ്രൈവറായിട്ടാണ് വന്നത്. അവൻ ഞാൻ താമസിക്കുന്ന സ്ഥലത്തു നിന്നും കുറച്ച് അകലെയായിരുന്നു അവന്റെ താമസം. എങ്കിലും അവൻ വെള്ളിയാഴ്ചകളിൽ എന്റെ റൂമിൽ വരുമായിരുന്നു. അങ്ങനെ നാട്ടിൽ ഉമ്മിച്ച മാത്രമായി. ഏകദേശം 1 വർഷമായി കാണും. ഞങ്ങളുടെ ബന്ധത്തിൽപ്പെട്ട ഒരു പെൺകുട്ടിയുടെ ആലോചന അനിയനു വേണ്ടി വന്നു. പെട്ടെന്ന് തന്നെ അവന്റെ നിക്കാഹിന്റെ കാര്യങ്ങൾക്ക് തീരുമാനമായി. അവൻ ഒരു വെള്ളിയാഴ്ച എന്നെ കാണാൻ എന്റെ റൂമിലെത്തി. കാര്യങ്ങളെല്ലാം അവൻ എന്നോട് പറഞ്ഞു. പെൺകുട്ടിയുടെ ഫോട്ടോ അവൻ മൊബൈലിൽ നിന്ന് എന്നെ കാണിച്ചു തന്നു. ആ ഫോട്ടോ കണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി. നല്ല അടിപൊളി ഒരു മൊഞ്ചത്തിപ്പെണ്ണ്, നല്ല ചുമന്നു തുടുത്ത ഒരു പെൺകുട്ടി, നല്ല ചെഞ്ചുണ്ടുകളും മേൽചുണ്ടിന്റെ മീതെയുള്ള ആ നനുത്ത രോമരാജികളും. ഹോ, എന്റെ രക്തം തിളച്ചു കയറി. പെണ്ണിനെ കൊള്ളാമൊക്ക? അവൻ ചോദിച്ചു. എന്നെ ഒന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് അവനത് ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായി. ആ, കൊള്ളാമടാ, നിനക്ക് നല്ല പോലെ ചേരും. എന്തോ അവളുടെ പേര്? ഇക്ക, അവളുടെ പേര് നാസില എന്നാണ്. വലിയ പ്രായമൊന്നുമില്ല ഇക്ക, 18 വയസ്സ് കഴിഞ്ഞതേ ഉള്ളിപ്പോൾ. ഞാൻ മൂളി. എനിക്ക് അവനോട് കടുത്ത അസൂയ തോന്നി. അങ്ങനെ അവന്റെ നിക്കാഹ് പെട്ടെന്ന് തന്നെ നടന്നു. എനിക്ക് ലീവില്ലാത്തതിന്റെ പേരിൽ ഞാൻ നിക്കാഹിന് പോയില്ല. ഞാൻ ചെന്നില്ലെങ്കിലും അവന് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഹണിമൂണെല്ലാം അടിച്ചു പൊളിച്ചു. എന്നും FBയിൽ അവൻ അവരുടെ ഓരോ ഹണിമൂൺ ആഘോഷത്തിന്റെ ഫോട്ടോകൾ പോസ്റ്റ് ചെയ്യുമായിരുന്നു. കെട്ടികളുടെ ഗ്ലാമർ നാട്ടുകാരെ കാണിക്കുകയായിരുന്നു അവന്റെ ലക്ഷ്യം. ഞാൻ അസൂയയോടെയാണ് അതെല്ലാം കണ്ടത്. അങ്ങനെ ലീവെല്ലാം കഴിഞ്ഞ് അവൻ തിരിച്ച് സൗദിയിലെത്തി. എന്നെ കാണാൻ റൂമിൽ വന്നപ്പോൾ നിക്കാഹിന്റെ വീഡിയോയും മറ്റും അവൻ എന്നെ കാണിച്ചു തന്നു. അനിയത്തിയുടെ ഓരോ പോസിലുള്ള ഫോട്ടോയും എന്റെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ഇടിമിന്നൽ പോലെ തുളച്ചു കയറി. അങ്ങനെ 6 മാസം കഴിഞ്ഞപ്പോൾ എന്റെ ഈ വർഷത്തെ ലീവ് അനുവദിച്ചു. ഞാൻ ലീവിന് നാട്ടിൽ പോകുന്നുവെന്ന് പറഞ്ഞപ്പോൾ അനിയന്റെ മുഖത്ത് ഒരു ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു. കാര്യം, അവൻ കാണിച്ചു കൂട്ടിയതെല്ലാം അവന്റെ മനസ്സിൽ കിടപ്പുണ്ടല്ലോ. അവന്റെ മുഖത്തെ ആ ടെൻഷൻ കണ്ടപ്പോൾ എന്റെ മനസ്സ് വളരെയധികം സന്തോഷിച്ചു. അങ്ങനെ ഞാൻ നാട്ടിലെത്തി. എയർപോർട്ടിൽ നിന്നൊരു ടാക്സി വിളിച്ച് വീട്ടിലെത്തിയപ്പോൾ അവിടെ ഉമ്മ മാത്രമേ ഉള്ളൂ. അനിയത്തി എന്ന ആ അപ്സരസിനെ ഞാൻ അവിടെ എല്ലാം നോക്കിയെങ്കിലും അവളെ അവിടെ എങ്ങും കണ്ടില്ല. ഉമ്മയോട് വിശേഷങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം ഞാൻ നാസില എന്തിയെന്ന് ചോദിച്ചു. ഓള് അവരുടെ മാമായുടെ മകന്റെ നിക്കാഹിന് പോയതാ. ഞാനും ഓളും കൂടിയാ ഇന്നലെ നിക്കാഹിന് പോയത്. നിക്കാഹ് കഴിഞ്ഞ് ഞാനിങ്ങി പോന്നു. അവൾ ഇന്ന് വരുവടാ മോനെ, ഉമ്മ പറഞ്ഞു. ഹോ, അത് കേട്ടപ്പോൾ എന്റെ മനസ്സിൽ വളരെ ആശ്വാസമായി. സന്ധ്യയായപ്പോൾ ഒരു ഓട്ടോയിൽ നാസില എത്തി. അവളെ കണ്ടതും എന്റെ മനസ്സിൽ വീണ്ടും ഒരു കൊള്ളിയാൻ മിന്നി. എന്താ സാധനം, കളയാൻ ബാക്കി ഒന്നുമില്ല. എന്റെ അനിയന്റെ ഒരു ഭാഗ്യം, ഞാൻ മനസ്സിൽ കരുതി. നല്ല ഒത്ത ഉയരവും അതിന് തക്ക ശാരീരിക പടുവും നല്ല ഗോതമ്പിന്റെ നിറവും. ഞാൻ അവളെ അടിമുടി ഒന്ന് നോക്കി. എന്നിട്ട് ചോദിച്ചു, എന്നെ അറിയുമോ? അവൾ ഒരു ചെറുപുഞ്ചിരിയോടെ തലയാട്ടി പിന്നെ അകത്തേക്ക് കയറി. ഞാൻ ഡ്രസ്സ് മാറട്ടിക്ക, അതും പറഞ്ഞ് അവൾ അകത്ത മുറിയിലേക്ക് നടന്നു. ഉമ്മ കാണാതെ എന്റെ കണ്ണുകൾ അവളുടെ ആ എന്തിനും പോന്ന പിന്നഴകിലായിരുന്നു.
അങ്ങനെ ഗൾഫിൽ നിന്ന് വന്നതിന്റെ തിരക്ക് കഴിയാൻ ഒരു 3-4 ദിവസമെങ്കിലും എടുത്തു. ഓരോരുത്തർ തന്നുവിട്ട സാധനങ്ങൾ എല്ലായിടത്തും കൊണ്ടുപോയി കൊടുത്തു. അങ്ങനെ ഒരു ദിവസം രാത്രി ആഹാരമെല്ലാം കഴിച്ചു കഴിഞ്ഞ് ഹാളിലിരുന്ന് ഞാനും ഉമ്മിച്ചായും കൂടി ഓരോന്ന് സംസാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ ഉമ്മിച്ച എന്നെ ഉപദേശിക്കാൻ തുടങ്ങി. നീയും കൂടി ഒരു നിക്കാഹ് കഴിച്ചിരുന്നെങ്കിൽ ഈ ഉമ്മിച്ചായ്ക്ക് ഒരു മനസമാധാനമായേനെ. ഞാൻ പറഞ്ഞു, നമുക്ക് നോക്കാം ഉമ്മിച്ച. ഉമ്മിച്ച സമാധാനപ്പെട്, അടുത്ത വരവിന് നമുക്ക് നോക്കാം. അത് കേട്ട് ഉമ്മിച്ച ഇരുത്തിയൊന്ന് മൂളി. ഉമ്മിച്ചയോട് ഞാനത് പറയുമ്പോൾ എന്റെ മനസ്സിൽ കെട്ടുന്നെങ്കിൽ നാസിലായ പോലെ ഒരെണ്ണത്തിനെ കെട്ടണം ഞാൻ ഓർത്തു. 2 മാസത്തെ അവധിയുണ്ട്, എങ്ങനെയെങ്കിലും നാസിലായി ഒന്ന് വളച്ചെടുക്കാൻ നോക്കണം. അങ്ങനെ ഞാൻ ഓരോന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നു. എന്തുവാടാ, ഒരു കല്യാണം കൂടി കഴിക്കണമെന്ന് പറഞ്ഞപ്പോൾ നീ ഇത്ര ചിന്തിക്കാൻ? ഉമ്മിച്ച ചോദിച്ചു. ഒന്നുമില്ല ഉമ്മിച്ച. നീ ഇവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കെ, എനിക്ക് ഉറക്കം വരുന്നു. അതും പറഞ്ഞ് ഉമ്മിച്ച എഴുന്നേറ്റ് ഉമ്മിച്ചയുടെ മുറിയിലേക്ക് പോയി. ഞാനും പതുക്കെ എഴുന്നേറ്റ് എന്റെ മുറിയിലേക്കും പോയി. മുറിയിൽ ചെന്ന് മൊബൈൽ ഓണാക്കി അതിൽ നോക്കി ഇരുന്നപ്പോഴും എന്റെ മനസ്സു മുഴുവൻ നാസിലായുടെ രൂപമായിരുന്നു. അവളുമായിട്ടൊന്ന് അടുക്കുവാനുള്ള വഴികൾ ഞാൻ ആലോചിച്ചു. മുറിയിലെ ലൈറ്റ് അണയ്ക്കാതെ അങ്ങനെ ഓരോന്നാലോചിച്ചുകൊണ്ട് ഞാൻ ബെഡിൽ അങ്ങനെ കിടന്നു. കുറച്ചു കഴിഞ്ഞു കാണും, വാതിലിൽ ഒരു മുട്ട് കേട്ടാണ് ഞാൻ ചിന്തയിൽ നിന്നുണർന്നത്. ആരായിരിക്കും ഇപ്പോൾ വാതിൽ തട്ടിയത്? ഉമ്മിച്ച ആയിരിക്കുമോ? അതോ ഇനിയിപ്പോൾ നാസില എങ്ങാനും? ഞാൻ പതിയെ ബെഡിൽ നിന്നും എഴുന്നേറ്റ് വാതിൽ പതിയെ തുറന്നു. ഞാൻ ഞെട്ടിപ്പോയി. തൊട്ടു മുമ്പിൽ അനിയത്തി നാസില. എന്താ മോളെ? ഞാനൊരു വിറയാർന്ന ശബ്ദത്തിൽ ചോദിച്ചു. ഇക്ക എനിക്കൊരു പുതിയ ലാപ്ടോപ്പ് കൊടുത്തു വിട്ടിരുന്നു. പക്ഷേ എനിക്കത് ഓണാക്കാനോ മറ്റോ അറിയത്തില്ല ഇക്ക എനിക്കതൊന്ന് പറഞ്ഞു തരാമോ? പിന്നെന്താ, പറഞ്ഞു തരാമല്ലോ, ഇങ്ങെടുത്തോണ്ട് വാ. അയ്യോ ഇക്ക, അത് വേണ്ട, ഉമ്മ എങ്ങാനും കണ്ടാൽ പിന്നെ അത് മതി. ഇക്ക ഒരു കാര്യം ചെയ്യ്, ഇക്കായ്ക്ക് എന്റെ മുറിയിലേക്ക് വരാവോ? എങ്കിൽ ശരി, നാസില പോയിക്കോ, ഞാൻ അങ്ങോട്ട് വരാം. അവൾ നടന്നു പോകുന്നത് ഞാൻ ആ അരണ്ട വെളിച്ചത്തിൽ നോക്കി നിന്നു. അപ്പോൾ എന്റെ മനസ്സിന്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു. ഞാൻ പതിയെ ഉമ്മിച്ച കിടന്ന റൂമിനടുത്തേക്ക് ചെന്നു. ഉമ്മിച്ച നല്ല ഉറക്കമായെന്ന് തോന്നുന്നു. അകത്തുനിന്ന് ദീർഘനിശ്വാസം കേൾക്കാം. എന്റെ അനിയൻ എനിക്ക് തന്ന പണിക്ക് പടച്ചോനായിട്ട് തന്ന സുവർണാവസരമായത് ഞാൻ മനസ്സിലോർത്തു. അല്ലെങ്കിൽ ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു അവസരം കിട്ടുമോ? ഞാൻ പടച്ചോന് നന്ദി പറഞ്ഞുകൊണ്ട് അവളുടെ മുറിയിലേക്ക് നടന്നു. മുറിയിൽ കയറിയ ഞാൻ കണ്ടത് ഒരു നീല നൈറ്റിയിൽ നിൽക്കുന്ന നാസിലയാണ്. ഞാൻ ഒന്നേ നോക്കിയുള്ളൂ. എന്റെ തള്ളവിരൽ മുതൽ എന്തോ ഒരു തരിപ്പ് മുകളിലേക്ക് കയറി. ഞാൻ ആകെ സംയമനം പാലിച്ചു. ഇങ്ങ് കൊണ്ടുവാ ലാപ്ടോപ്പ്, ഞാൻ മിതുവാ പരുവത്തിൽ പറഞ്ഞുകൊണ്ട് അവളുടെ കട്ടിലിലേക്ക് ഇരുന്നു. അവൾ ലാപ്ടോപ്പ് എന്റെ നേരെ നീട്ടി. നെയിൽ പോളിഷ് ചെയ്ത ആ മനോഹരമായ വിരലുകൾ. ഞാൻ ലാപ്പ് വാങ്ങി നോക്കി. എന്നിട്ട് അത് ഓണാക്കുന്നത് എങ്ങനെയെന്ന് കാണിച്ചു. അതിന്റെ സെറ്റിങ്സും മറ്റും മാറ്റുന്നത് നന്നായി പഠിപ്പിച്ചു കൊടുത്തു. അതിനിടയിൽ ഞാൻ അവളുടെ കണ്ണുകളിലേക്കൊന്ന് നോക്കി. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഒന്നുമില്ല, നാസിലയുടെ കണ്ണുകൾ കാണാൻ നല്ല ഭംഗി, അതുകൊണ്ട് നോക്കിയതാ. അവൾ ചിരിച്ചു. അവളുടെ ആ നനുത്ത രോമരാജികളാൽ അലങ്കൃതമായ ആ മേൽചുണ്ട് വിടർന്നപ്പോൾ എന്റെ സർവ്വ നിയന്ത്രണവും വിട്ടുപോകുമെന്ന് എനിക്ക് തോന്നി. അവളുടെ മുഖത്തും എന്തൊക്കെയോ ആഗ്രഹങ്ങൾ ഉള്ളതുപോലെ. ഒന്നും അറിയാത്ത പെണ്ണിനെ കെട്ടിക്കൊണ്ടുവന്ന് വയറു നിറച്ച് ബിരിയാണി കൊടുത്തേച്ചു പോയതല്ലേ എന്റെ അനിയൻ. ഇപ്പോൾ അവൾ പട്ടിണിയിലും. പിന്നെ അവൾക്ക് ആഗ്രഹം തോന്നാതിരിക്കുവോ? ഞാൻ ഓർത്തു. ഞാൻ ഡീസന്റായി ഇരുന്ന് ലാപ്ടോപ്പിലെ ഫംഗ്ഷൻ മൊത്തം അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തു. സമയം നോക്കിയപ്പോൾ രാത്രി 1 മണി. എന്നാൽ ഇനി ഞാൻ പോട്ടെ മോളെ, അവളോട് ചോദിച്ചു. അവൾ എന്റെ മുഖത്തേക്കൊന്ന് നോക്കി. എല്ലാം അടങ്ങിയിട്ടുണ്ടായിരുന്നു അവളുടെ ആ മുഖത്ത്. പിന്നെ ആ മുറിയിൽ ആഞ്ഞു വീശിയ കൊടുങ്കാറ്റിന്റെ ഒരു പടയോട്ടം തന്നെ ആയിരുന്നു.